എയ്സാപ്പിൻ്റെ പുതിയൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സാണ്. ജനുവരിയാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ജനുവരിയെ തന്നെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2. ഇതിൽ പാർട്ട് 1 നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമ്മൾ കറണ്ട് അഫയർ കവർ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിനെ 7 സബ് ടോപ്പിക്കായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഭൂമിശാസ്ത്രം, രണ്ടാമത്തത് കായികം, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണവും സാമ്പത്തിക രംഗം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്ക്, സാഹിത്യം, കലാ സാംസ്കാരികം, കേരള ഭരണരംഗം, അന്തർദേശീയം എന്നിങ്ങനെ 7 സബ് ടോപ്പിക്കുകളാണുള്ളത്. ഇതിലൂടെ നമുക്ക് കറണ്ട് അഫയറിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു മേഖലയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് അസമിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ദിബ്രൂഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അസമിൻ്റെ ഒരു തലസ്ഥാനമുണ്ട്, അത് ദിസ്പൂറാണ്. നമുക്ക് പലപ്പോഴും അത് ഗുവാഹത്തി ആണോ എന്നുള്ളത് മാറിപ്പോവും. ഗുവാഹത്തി എന്ന് പറയുന്നത് അസമിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റിയാണ് വരുന്നത്, പക്ഷേ അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ദിസ്പൂറാണ്. പുതിയതായിട്ട്, അതായത് രണ്ടാമത്തെ തലസ്ഥാനമായിട്ട് നിലവിൽ വരുന്നത് അത് ദിബ്രൂഗഡാണ് വരുന്നത്. പിന്നെ അവരുടെ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയാണ്. അത് കൺഫ്യൂസിംഗ് ആയിട്ട് മാറരുത്. ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ടൊരു ഹൈക്കോർട്ടായിട്ട് വരുന്നത് ഗുവാഹത്തിയാണ് വരുന്നത്. പ്ലസ് നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ CMനും കൂടി നമുക്കൊന്ന് നോക്കി പോവാം. ഇവരുടെ CM വരുന്നത് ഹിമന്ത് ബിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അസമിൻ്റെ CM ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് പോവാം. അസമിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ദിബ്രൂഗഡാണ്. ഈ നിലവിൽ തലസ്ഥാനം എന്ന് പറയുന്നത് ദിസ്പൂറാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും ലാർജസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ്. പ്ലസ് CM ആരാണ്? ഹിമന്ത് ബിശ്വാസ് ശർമ്മ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിപ്പോവാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അപ്പർ കർണാലി ജലവൈദ്യുത പദ്ധതിയുടെ വികസനത്തിനായി ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അത് വരുന്നത് നമ്മൾ ഈ മാപ്പിലേക്ക് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ടിബറ്റൻ പ്ലാറ്റ്യൂ ഇവിടെ വരുന്നുണ്ട്. അതിന് താഴെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കാണാൻ പറ്റും. ഇവിടെയാണ് നേപ്പാൾ വരുന്നത്. ഈ നേപ്പാളിൽ നിന്ന്, അതായത് ശരിക്കും പറഞ്ഞാൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നേപ്പാളിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്ന ഒരു നദിയാണ് കർണാലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് അറിയപ്പെടുന്നത് ഗാഗർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരാണ് കർണാലി എന്ന് പറയുന്നത്. ഇതൊരു ഗംഗയുടെ പോഷക നദിയാണ്. അപ്പോൾ നേപ്പാളും ഇന്ത്യയും കൂടിയാണ് നേപ്പാളിൽ ഈ ഡാം നിർമ്മിക്കുന്നത്. അത് അപ്പർ കർണാലി ഡാം നിർമ്മിക്കുന്നത് അത് നേപ്പാളിലാണ്. ഇന്ത്യയുടെ സഹായത്തോടെയാണ് ആ ഒരു ഡാം നിർമ്മിക്കുന്നത്. പിന്നെ അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഈയിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള റാഡ് ഹോൾ മൈൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളതാണ്. അതൊരു കൽക്കരി ഖനിയാണ്. ഈ റാഡ് ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു മൈൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ തുരങ്കങ്ങളെയാണ് ഈ റാഡ് ഹോളുകൾ എന്നറിയപ്പെടുന്നത്. അതൊരു ഹിന്ദുവിലൊക്കെ ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു തുരങ്കത്തിലൂടെ ഈ കുഴിച്ചെടുക്കുന്നതിൽ ഇടയിൽ അപകടം പറ്റിയിട്ട് കുറച്ച് പേരുടെ മരണത്തിനൊക്കെ ഇടയാക്കി മാറുകയുണ്ടായി. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമ്മളുടെ കറണ്ട് ഇവൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും അസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉംറോങ് സോ എന്ന് പറയുന്ന സ്ഥലത്ത്, ദിമഹോ സോ ജില്ലയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് എന്താ പറയുക, നിങ്ങൾ ഒന്ന് മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കവർ ചെയ്യുന്നത് അസമിൻ്റെ പുതിയ തലസ്ഥാനം നമ്മൾ കവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അപ്പർ കർണാലി എന്ന് പറയുന്ന ഒരു പുതിയ എന്താ പറയുക, ഒരു പവർ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് നേപ്പാളും ഇന്ത്യയും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റാഡ് ഹോൾ മൈന് അപകടം നടന്നിട്ടുള്ളത് അത് എവിടെയാണ്? അസാമിലാണ് നടന്നിട്ടുള്ളത്. അടുത്തതിലേക്ക് നോക്കാം. 2040 കൂടിയിട്ട് അപ്രത്യക്ഷമാകും എന്ന് പറയുന്ന യാല ഹിമാനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ്. അത് വരുന്നത് നേപ്പാളാണ് വരുന്നത്. അത് നമ്മൾ വാർത്തയിൽ വരാൻ കാരണം 2025 യുണൈറ്റഡ് നാഷൻസ് UN ഹിമാനി സംരക്ഷണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ്, ആ ഒരു പ്രമേയം നിലനിൽക്കെ തന്നെ എന്താ പറയുക, ഈ ഒരു പോയിന്റ് ഇവിടെ റിലവൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോളതാപനം മൂലം ഹിമാനി, അതായത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന യാല ഹിമാനി എന്താ പറയുക 2040 കൂടിയിട്ട് വാനിഷായി പോകും അല്ലെങ്കിൽ മെൽട്ടായി പോകുന്നതാണ് ഇപ്പോഴത്തെ പഠനം സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു പോയിന്റും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ 2025 മുതൽ മാർച്ച് 21 ലോക ഹിമാനി ദിനമായിട്ട് ആചരിക്കപ്പെടാൻ UN പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം മാർച്ച് 21 മുതൽ ലോക ഹിമാനി ദിനമായിട്ട് ആചരിക്കപ്പെടും.
അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ വർഷം ഏതാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷമായിരുന്നു, 2024 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കീലിംഗ് കർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് ശ്രദ്ധിക്കുക, സയൻസുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറയുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ കീലിംഗ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ കീലിംഗ് കർവ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കയറ്റുമതി, അതായത് ചായപ്പൊടിയുടെ അല്ലെങ്കിൽ ചായയുടെ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ സർഫിംഗ് ആയിരുന്നു. അപ്പോൾ ടീയുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡാണ് വരുന്നത്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ് വരുന്നത്. പിന്നെ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെ UPSC പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ എന്താ പറയുക ഇന്ത്യയിലെ ചായയുടെ ഉൽപ്പാദനവും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ടീ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ ആസ്പെക്ട്സിൽ നമുക്കൊന്ന് നോക്കി പോവാം. അതായത് ഇന്ത്യയുടെ ചായ ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള സംവിധാനമാണ് ടീ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ടീ ബോർഡ് എന്ന് പറയുന്നത്. പ്ലസ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് കൊൽക്കത്തയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊൽക്കത്തയാണ് ടീ ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പ്ലസ് ശരാവതി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണെന്നാണ്. ഈ ശരാവതി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിൽ സംരക്ഷിക്കുന്ന സിംഹവാലൻ കുരങ്ങ് തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഈ ശരാവതി വന്യജീവി സങ്കേതത്തിൽ കൂടി സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതും ന്യൂസിലുണ്ടായിരുന്നു. ഈ പുതിയതായിട്ടാണ് എന്താ പറയുക ഈ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശരാവതി വന്യജീവി സങ്കേതം അഥവാ കർണാടക സർക്കാർ തീരുമാനം എടുക്കുന്നതും ഇതിനൊരു എന്താ പറയുക ഒരു റെപ്പോസിറ്ററി ആയിട്ട് മാറ്റുന്നതും. അടുത്തതിലേക്ക് നോക്കാം. ഇപ്പോൾ ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പുതിയൊരു ടണലാണ് എന്താ പറയുക സോനാമാർഗ് ടണൽ എന്ന് പറയുന്നത്. സോനാമാർഗിലുള്ള സെഡ് മോർഹ് ടണൽ എന്ന് പറയുന്നത്. സെഡ് മോർഹ് ടണൽ. ഈ സെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പ് ഡിനോട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു സെഡ് ഷേപ്പ് ആയതിനെ കൊണ്ടാണ് ഇതിനെ എന്താ പറയുക സെഡ് മോർഹ് ടണൽ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈയിടെയാണിത് എന്താ പറയുക ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. 1.64 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജമ്മു കാശ്മീർ. നിങ്ങൾക്കറിയാം അതൊരു യൂണിയൻ ടെറിട്ടറിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അടുത്തതാണ് ട്രംപ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് പുനർനാമകരണം ചെയ്ത ഗൾഫ് ഏതാണെന്നാണ്. മാപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ USA എന്ന് പറയുന്നത്. ഇത് മെക്സിക്കോ ആണ് വരുന്നത്. ഇത് കാനഡ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോ ആയിരുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ള ഒരു ഗൾഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുതിയ പേര് വരുന്നത് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിനെ തുടർന്നിട്ട് പിന്നീടൊരു വിവാദമായിട്ടുള്ള മറ്റൊന്നായിരുന്നു ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിനെ ചൊല്ലിയിട്ട്. അതായത് മുൻപ് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നൊരു മേഖലയായിരുന്നു ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോണോമസ് ഐലൻഡാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ഐലൻഡാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ഒരു പ്രധാനപ്പെട്ട റൂളും കാര്യങ്ങളും പ്രധാനപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഡെൻമാർക്കാണ്. ഇതിൻ്റെ മുകളിലേക്ക് എന്താ പറയുക US പുതിയതായിട്ട് ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലും കാര്യങ്ങൾക്കൊക്കെ ചർച്ചയായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട എന്താ പറയുക അധികാരത്തിൽ വന്നതിനെ തുടർന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 സംഭവങ്ങളായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്രീൻലാൻഡിന് മുകളിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. രണ്ടാമത്തത് ഈ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന ഒരു ഉൾക്കടലിനെ അവർ പേര് മാറ്റിയിട്ട് എന്താ പറയുക ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റി. അത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ യൂസേഴ്സിനൊക്കെ പേര് മാറ്റിയെന്നാണ് ന്യൂസിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതിൽ നോക്കുകയാണെങ്കിൽ കൊഡാലിയ നദീ തർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നതാണ്.
നമ്മൾ ഈ ഒരു മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ ഇന്ത്യയാണ്, ഇത് വരുന്നത് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിൽ നിന്ന് എന്താ പറയുക, നമ്മളുടെ കൊൽക്കത്ത അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഈ കൊഡാലിയ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഒരു പുതിയൊരു തർക്കം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അവിടെ ചെറിയ ഒരു BSFൻ്റെ നേതൃത്വം, അതായത് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതിർത്തി പ്രശ്നം ഇപ്പോഴും ഒരു ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കി പോവുക. കൊഡാലിയ നദീതർക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി ശൂന്യയാണ്. ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയൊരു പറക്കുന്നൊരു ടാക്സി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോട്ടോടൈപ്പ്, അതൊരു മോഡൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശൂന്യ എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈയിടെ മദ്രാസ് ഹൈക്കോടതി ഏത് നദിയുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ആവിഷ്കരിക്കാനാണ് എന്താ പറയുക തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ്. അതായത് വൈഗ നദിയാണ്. അതായത് പൊല്യൂഷൻ മൂലം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്ന വൈഗ നദിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. സ്പോർട്സിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. 2024-25 വിജയ് ഹസാരെ ട്രോഫി നേടിയിട്ടുള്ളത് കർണാടകയാണ് വരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള PSC ചോദ്യങ്ങളിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് നാഷണൽ ഗെയിംസ്. ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഗെയിംസ് ആണ്. 38ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ വേദി വരുന്നത് ഉത്തരാഖണ്ഡാണ്. ഇതിൻ്റെ മുന്നുണ്ടായിരുന്നു 37th നടന്നിട്ടുണ്ടായിരുന്നു. 37th വരുന്നത് ഗോവയിലാണ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 36 വരുന്നത് ഗുജറാത്തിലാണ്. ഇതുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ലിങ്ക് ചെയ്ത് പോവാം. 38ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം വരുന്നത് മൗലി എന്ന് പറയുന്ന ഒരു തരം ഈ ഒരു ഉത്തരാഖണ്ഡിൻ്റെ എന്താ പറയുക സ്റ്റേറ്റ് ബേർഡായിട്ടുള്ള മൊണാൽ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മാസ്കോട്ടാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യചിഹ്നമാണ് ഈ കൊല്ലത്തെ നാഷണൽ ഗെയിംസിന് കൊടുത്തിട്ടുള്ളത്. മൗലി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. പിന്നെ ദീപശിഖ അറിയപ്പെടുന്നത്, അതിൻ്റെ ഒരു ടോർച്ച് ലൈറ്റ് അറിയപ്പെടുന്നത് എന്താ തേജസ്വിനി എന്നാണ്. പേരുകൾ നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. അതായത് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഇൻകറക്റ്റൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതിൻ്റെ ആപ്തവാക്യം വരുന്നത് ഫ്രം റിസോൾവ് ടു സെനീത്ത് ആണ്. പിന്നെ 35 മത്സര ഇനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയതായി കൂട്ടിച്ചേർത്ത മത്സര ഇനങ്ങളാണ് യോഗയും അതുപോലെ തന്നെ മല്ലാഖമ്പ് എന്ന് പറയുന്ന 2 സ്പോർട്സ് ഇവൻറ്റും കൂടി പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഈ കളറിപ്പയറ്റ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഫൈനലായിട്ട് വന്നപ്പോൾ കളറിപ്പയറ്റ് നിലവിലെ സ്പോർട്സ്, അതായത് ഈ 38ാമത്തെ നാഷണൽ ഗെയിംസിൽ കളറിപ്പയറ്റ് ഇപ്പോൾ ഒരു ഐറ്റം ആയിട്ടില്ല. യോഗയും മല്ലാഖമ്പും മാത്രമാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുകൂടി നോക്കുക, കണക്ട് ചെയ്തിട്ട് പുഷ്കർ സിംഗ് ധാമിയാണ് എന്താ പറയുക ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടി ഈ ജനുവരിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ പറയുക യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കി പോവുക. അതായത് യൂണിഫോം സിവിൽ കോഡ് സ്വാതന്ത്ര്യാനന്തരം യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഈ ഒരു ആർട്ടിക്കിളും കൂടി ഇതിൻ്റെ ഒപ്പം നിങ്ങൾ നോക്കി പോവുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 44 DPSPയിൽ വരുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്ന ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധാമിയാണ് വരുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. രാജ്യത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 നേടിയിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ പേര് വരുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പേര് മാറ്റിയിട്ട് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി മാറ്റിയത്. അതിൽ ഈ കൊല്ലത്തെ 2024 ഈ ഒരു അവാർഡിന് അർഹരായിട്ടുള്ളവരാണ് ഡി ഗുഗേഷ്, നമ്മളെ അതായത് ചെസ്സാണ് ഇവരുടെ
കായിക ഇനം വരുന്നത് ഡി ഗുഗേഷ്. മനു ഭാക്കർ ആയിരുന്നു, ഒളിമ്പിക്സ് മെഡലിസ്റ്റാണ്. 2 ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ വ്യക്തിയാണ്. ഒരൊറ്റ ഗെയിംസിൽ തന്നെ 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയായിരുന്നു മനു ഭാക്കർ. ഷൂട്ടിംഗ് ആണ് അവരുടെ സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്നത്. ഹർമൻ പ്രീത് സിംഗ് ആണ് കഴിഞ്ഞ ഒളിമ്പിക്സ് തന്നെ മെഡൽ നേടിയിട്ടുള്ള ഹോക്കി ടീമിൻ്റെ, മെൻസ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻ പ്രീത് സിംഗ്. പിന്നെ അതുപോലെ തന്നെ പാരാ അത്ലറ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ എന്നിങ്ങനെ 4 പേർക്കാണ് 2024 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊപ്പം തന്നെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊന്നായിരുന്നു എന്താ പറയുക, അർജുന അവാർഡ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു കായിക ഇനത്തിലുള്ള കായിക മികവിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അത് മൊത്തം 32 പേർക്കാണ് ഇക്കൊല്ലം 2024 ലഭിച്ചിട്ടുള്ളത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി താരമാണ് സാജൻ പ്രകാശ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഐറ്റം നീന്തലാണ് വരുന്നത്. മലയാളിയാണ്. പിന്നെ ഇതിന് മുന്നേ തന്നെ ഒരു ഡിഗ്രി ലെവലോ എനിക്ക് തോന്നുന്നു LDC എക്സാമിന് ഈ സാജൻ പ്രകാശിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, അർജുന അവാർഡ് 32 പേർക്ക് ലഭിച്ചപ്പോൾ അതിലുള്ള ഉൾപ്പെട്ടിട്ട് മലയാളിയാണ് സാജൻ പ്രകാശ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഐറ്റം വരുന്നത് നീന്തലാണ്, നീന്തൽ താരമാണ് അദ്ദേഹം. പിന്നെ ഇതിനൊപ്പം തന്നെയായിരുന്നു മികച്ച പരിശീലകന് നൽകുന്ന ദ്രോണാചാര്യ അവാർഡ് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അത് നേടിയിട്ടുള്ളത് മലയാളി പരിശീലകനായിട്ടുള്ള S മുരളീധരനാണ് വരുന്നത്. അദ്ദേഹം ഒരു ബാഡ്മിൻ്റൺ കോച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പേര് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ഇതിലേക്ക് നോക്കാം. 2025 രണ്ടാമത് അണ്ടർ-19 വനിതാ T20 വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് മലേഷ്യയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ അണ്ടർ-19 T20 വേൾഡ് കപ്പിൽ രണ്ടാമത്തെ എഡിഷനാണ് നടന്നിട്ട്, സെക്കൻഡ് എഡിഷനാണ് നടന്നിട്ടുള്ളത്. ഇതിൽ വിന്നറായിട്ടുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമാണ്, T20 അണ്ടർ-19 ടീമാണ് വിജയിച്ചിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഈ ഒരു കപ്പ് നേടിയിട്ടുള്ളത്. ഫെബ്രുവരിയിലായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. മലേഷ്യ വേദി വിന്നറായിട്ടുള്ളത് ഇന്ത്യയാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്രഥമ ഖോ വേൾഡ് കപ്പ് വിജയിയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ എഡിഷനാണ് നടക്കുന്നത്. അതിൽ വേദി വരുന്നത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. 2 വിഭാഗത്തിലും, പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ജയിച്ചിട്ടുള്ളത് ഇന്ത്യയാണ്. 2 വിഭാഗങ്ങളിലും തോൽപ്പിച്ചിട്ടുള്ളത് നേപ്പാളിനെയാണ്. നേപ്പാൾ ടീമിനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ എന്താ പറയുക വിജയായി. രണ്ട് കാറ്റഗറിയിലും മെൻസിലും വുമൻസിലും വിജയായി നേടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മാസ്കോട്ട് കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. താര തേജസ് എന്ന് പറയുന്ന മാനുകളാണ്. ഗസല്ലെ എന്ന് പറയുന്ന ഒരു തരം മാനുകളാണ് ഇതിലെ ഭാഗ്യചിഹ്നമായിട്ട് വന്നിരുന്നത്. പിന്നെ അടുത്തതാണ് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. ജിതിൻ വിജയനാണ്. മലയാളിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ 2025 ചെസ് വേൾഡ് കപ്പ് വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. അതും ന്യൂഡൽഹിയിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു സംഘടന കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഫിഡെ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. FIDE ഫിഡെയാണ് എന്താ പറയുക ചെസ്സിൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ലെവലിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണ് ഫിഡെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2025 ചെസ് വേൾഡ് കപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പിന്നെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ലഡാക്കിലും വെച്ചിട്ട്, അതായത് നമ്മളുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇക്കൊല്ലത്തെ വിൻ്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടക്കുന്നത്. അതിൻ്റെ മാസ്കോട്ടാണ് ഈ ഷീ എന്ന് പറയുന്ന ഒരു ഹിമപ്പുലിയാണ് ഈ ഒരു വിൻ്റർ ഗെയിംസിൻ്റെ എന്താ പറയുക ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആദ്യ ഘട്ടം ലഡാക്കിലും രണ്ടാമത്തെ ഘട്ടം ജമ്മു കാശ്മീരും നടക്കും. ഇപ്പോൾ ഓൾറെഡി ലഡാക്കിലുള്ള ഘട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ജമ്മു കാശ്മീരിലാണ്. ഫെബ്രുവരി തന്നെ, ഈ മാസം തന്നെ നടക്കും. അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് സ്ലാമുകളാണ്. ഗ്രാൻഡ് സ്ലാമുകളിലെ ആദ്യത്തേതായിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണ് നോക്കാം. PSC ചോദിക്കാറുണ്ട്, പ്രീവിയസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട നമുക്ക് 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് നമുക്ക് നോക്കിപ്പോണ്ടത്. അതായത് നമ്മൾ ഒരു വർഷത്തിലെ തുടക്കത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പണ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ.
US ഓപ്പൺ. ഇങ്ങനെ ഈ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മളൊരു PSC ആസ്പിറൻറ്റ് നോക്കിപ്പോണ്ട പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇവൻറ്റുകൾ എന്ന് പറയുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതിൽ കിരീടം നേടിയിട്ടുള്ളത് US-ൻ്റെ മാഡിസൺ കീസാണ്. മാഡിസൺ കീസ് എന്ന് പറയുന്ന ഒരു വുമണാണ് ആദ്യത്തെ വനിതാ കിരീടം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജാനിക് സിന്നർ, ഇറ്റലിയുടെ ജാനിക് സിന്നറാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ മെൻസ് ടൈറ്റിൽ നേടിയിട്ടുള്ളത്. അപ്പോൾ മാഡിസൺ കീസും ജാനിക് സിന്നറും ഈ 2 പേരുകൾ ഓർത്തു വയ്ക്കുക. ഇനി 3 ഗ്രാൻഡ് സ്ലാമുകൾ കൂടി വരാനിരിക്കുന്നുണ്ട്. അതായത് ഫ്രഞ്ച് ഓപ്പൺ, അത് കഴിഞ്ഞിട്ട് വിംബിൾഡൺ, അതുപോലെ തന്നെ US ഓപ്പൺ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കായികം എന്നുള്ള മേഖലയിൽ. അത് ഓരോ എപ്പോഴാണോ നടക്കുന്നത് അതിൻ്റെ വിന്നേഴ്സിനെ കൂടി നിങ്ങളൊന്ന് നോക്കി പോവാം. പിന്നെ അടുത്ത് നോക്കാം, പ്രഥമ വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗ് നേടിയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു IPL മാതൃകയിലൊക്കെ, അതായത് ക്രിക്കറ്റിലെ IPL മാതൃകയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോക്കി ഇവൻ്റാണ് എന്താ പറയുക വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വുമൺസിൻ്റെ ലീഗിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് ഒഡീഷ വാരിയേഴ്സാണ് വരുന്നത്. ആ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള ക്രിക്കറ്റ് കൗൺസിലിൻ്റെ, അതായത് ICCയുടെ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ ICC എന്ന് പറയുന്നത് അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് വരുന്നത്. ICC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അതിൻ്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് ജസ്പ്രീത് ബുംറയാണ് വരുന്നത്. ഈ പുരസ്കാരം ലഭിക്കുന്ന 5ാമത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ പേസ് ബോളറും ആയിരുന്നു ഇദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ICC മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെർ എന്ന് പറയുന്ന പ്ലെയറെയാണ്. ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെറിനെയാണ് മികച്ച വനിതാ താരമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ICCയുടെ മികച്ച ഏകദിന വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ്. പ്ലസ് മികച്ച ഏകദിന പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അസ്മത്തുള്ള ഒമർസായ്, അഫ്ഗാനിസ്ഥാൻ്റെ അസ്മത്തുള്ള ഒമർസായിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ICCയുടെ ചെയർമാനെ കൂടി നിങ്ങൾ നോക്കുക. ഒരു ഇന്ത്യക്കാരനാണ്, ജയ്ഷയാണ് ICCയുടെ നിലവിലെ ചെയർമാൻ വരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ദുബായ് ആണ്. UAE-യിലെ ദുബായ് ആണ് ICCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, ദുബായ്. അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ 2025 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന 23ാം ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയെന്നാണ്. ചെന്നൈയിലാണ് 2025 പാരാ അത്ലറ്റിക് നടക്കുന്നത്. അതിൻ്റെ ഭാഗ്യചിഹ്നം ഈ ഒരു ആനക്കുട്ടിയാണ് ഇതിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. പേര് ഇതുവരെ റിലീസായിട്ടില്ല. അപ്പോൾ ആനക്കുട്ടിയാണ് ഇതിൻ്റെ ഒരു ഇതെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. പാരാ അത്ലറ്റിക് ഫെബ്രുവരിയിൽ നടക്കുന്ന പാരാ അത്ലറ്റിക്കിൻ്റെ ചെന്നൈയാണ് ഇതിൻ്റെ എന്താ പറയുക നടക്കുന്ന വേദി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്പോർട്സ് എന്ന് വരുന്നത്. അടുത്ത നമുക്ക് എന്താ പറയുക സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് നമ്മൾ നോക്കി പോവാം ജനുവരിയിൽ നടന്നിട്ടുള്ള. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സ്പാഡക്സ് ദൗത്യം എന്ന് പറയുന്ന ഒരു ISROയുടെ ഏറ്റവും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇത് വിക്ഷേപിക്കുന്നത് ഡിസംബർ 30, 2024 ഇതെന്താ പറയുക ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് എന്താ പറയുക 16 ജനുവരിയിലാണ്. അതുകൊണ്ടാണ് ഈ ജനുവരി കറണ്ട് അഫെയറിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സ്പാഡക്സ് ദൗത്യം എന്ന് നോക്കാം. അതായത് ബഹിരാകാശത്ത് വെച്ചിട്ട് 2 ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന അഥവാ ഡോക്കിംഗ് എന്നുള്ള സാങ്കേതികവിദ്യ ISRO ആദ്യമായിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു മിഷനായിരുന്നു ഈ സ്പാഡക്സ് ദൗത്യം എന്ന് പറയുന്നത്. ഇത് എടുക്കുകയാണെങ്കിൽ റഷ്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് ശേഷം അച്ചീവ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിക്ഷേപണ വാഹനം കൂടി ഒന്ന് നോക്കി വയ്ക്കുക. PSLV C-16 എന്ന് പറയുന്ന ലോഞ്ചിങ് വെഹിക്കിളായിരുന്നു ഈ ഒരു മിഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ബഹിരാകാശ പേടകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത്. പിന്നെ അതുപോലെ തന്നെ ബഹിരാകാശത്ത് വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയിട്ടുള്ള ഡേറ്റ് വരുന്നത് 16 ജനുവരി 2025. ഈ 2 ഡേറ്റുകളും ഓർത്തു വയ്ക്കുക റിപ്പീറ്റഡ് ആയിട്ട്. അതായത് ചന്ദ്രയാൻ 1, 2, 3 അതുപോലെ തന്നെ ആദിത്യ, എക്സ്പോസാറ്റ് പോലുള്ള എല്ലാ മിഷൻ്റെയും ലോഞ്ചിങ് ഡേറ്റും അതുപോലെ തന്നെ ആ ഒരു അച്ചീവ് ചെയ്തിട്ടുള്ള ഡേറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഞ്ചിങ് ഡേറ്റ് വരുന്നത് ഡിസംബർ 30, 2024. അതുപോലെ തന്നെ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 16 ജനുവരി 2025. അപ്പോൾ ആ ഡേറ്റ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്കിങ്ങിനായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുള്ള 2 സ്പേസ് ക്രാഫ്റ്റുകളാണ്
STX-01 STX-02 എന്ന് പറയുന്ന 2 സ്പേസ് ക്രാഫ്റ്റുകളാണ് ഇവർ ബഹിരാകാശത്ത് വെച്ചിട്ട് യോജിപ്പിക്കുന്നത്. ഈ STX-01 അറിയപ്പെടുന്നത് ചേസർ എന്നും അതുപോലെ തന്നെ STX-02 എന്ന് അറിയപ്പെടുന്നത് ടാർഗറ്റ് എന്നുമാണ്. അപ്പോൾ ഈ 2 പേര് കൂടി ഒന്ന് നോക്കി വയ്ക്കുക, ചേസറും ടാർഗറ്റും. ഈ 2 സ്പേസ് ക്രാഫ്റ്റുകളാണ് ബഹിരാകാശത്ത് വെച്ച് സക്സസ്ഫുള്ളായിട്ട് ഡോക്കിംഗ് നടത്തിയിട്ടുള്ളത്. പിന്നെ ജനുവരിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു ISROയുടെ 11ാമത്തെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ വി നാരായണൻ ആണ്. 11ാമത്തെ വ്യക്തിയായിരുന്നു ഇദ്ദേഹം, 11ാമത്തെ ചെയർമാനാണ് ഇദ്ദേഹം. 10ാമത്തത് S സോമനാഥ് ആയിരുന്നു. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നിട്ട് 11ാമത്തെ വ്യക്തിയായിട്ട് 11ാമത്തെ ചെയർമാനായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ക്രയോമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ വി നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നോക്കി വയ്ക്കുക, എന്തായാലും PSC ചോദിക്കുന്നുള്ള ഒരു ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണിത്, ഡോക്ടർ വി നാരായണൻ. അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ISRO ചെയർമാൻ തന്നെയായിരിക്കും നമ്മളുടെ ഇന്ത്യൻ സ്പേസ് കമ്മീഷൻ്റെ ചെയർമാനും അതുപോലെ തന്നെ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുക ISROയുടെ ചെയർമാൻ തന്നെയായിരിക്കും ഡോക്ടർ വി നാരായണനാണ്. പേരെന്തായാലും മറക്കരുത്, ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ക്രോപ്സ് ദൗത്യം എന്ന് പറയുന്നത്. ISROയുടെ ജനുവരിയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മിഷനായിരുന്നു ക്രോപ്സ് ദൗത്യം അല്ലെങ്കിൽ ക്രോപ്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ സ്പേസ് ഫാമിംഗ് എന്താണെന്നുള്ള ഈ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ബഹിരാകാശത്ത് വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിനെയാണ് സ്പേസ് ഫാമിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഈ സ്പേസ് ഫാമിംഗ് എന്നുള്ള ഇതിലേക്കുള്ള ആദ്യ ഒരു ചുവടുപ്പായിരുന്നു ISRO ജനുവരിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതായത് VSSC എന്ന് പറയുന്ന ഒരു ISROയുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമായിട്ടുള്ള VSSC വികസിപ്പിച്ചിട്ടുള്ള പയർവിത്തുകളാണ് ബഹിരാകാശത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിഷൻ അറിയപ്പെടുന്നതാണ് ഈ ക്രോപ്സ് ദൗത്യം എന്ന് പറയുന്നത്. കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് വരുന്നത്. പേര് കൂടി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഫുൾ ഫോം ആയിട്ട് പല രീതിയിലും ചോദിക്കാറുണ്ട്, PSC ചോദിക്കുന്നതാണ്. അതും PSLV C-60 എന്ന് പറയുന്ന ലോഞ്ചിങ് വെഹിക്കിളിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പോയം 4 എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിലായിരുന്നു ഈ ഒരു പരീക്ഷണവും അതിൻ്റെ വിജയവും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുക. ഈ ക്രോപ്സ് മിഷനിൽ വിക്ഷേപിച്ചിട്ടുള്ളത് PSLV C-60 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ തന്നെയാണ്. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡിസംബർ 30, 2024 ആയിരുന്നു ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിന് സഹായകമായിട്ടുള്ള, അതായത് ഈ പയർവിത്ത് മുളയ്ക്കാൻ അതിൻ്റെ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ അത് വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ പോയം 4 എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേര് കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ഈ ഒരു ക്രോപ്സ് മിഷന് നേതൃത്വം കൊടുത്തിട്ടുള്ള VSSCയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് S ഉണ്ണികൃഷ്ണൻ നായരാണ്, മലയാളിയാണ്. അപ്പോൾ ആ ഒരു പേര് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയിട്ടുള്ള ഒരു ഒരു സ്വകാര്യ സ്ഥാപനമാണ് മക്കഫി, അല്ലെങ്കിൽ ഒരു IT ജയൻ്റാണ് മക്കഫി എന്ന് പറയുന്നത്. AI പവേർഡ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഫേക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇല്ലാത്ത സംഭവത്തിനെ ഒരു പിക്ചറിനെയോ അല്ലെങ്കിൽ വീഡിയോയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് AI പവേർഡ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് തടയാൻ, അത് കണ്ടുപിടിക്കാൻ, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കഫി എന്ന് പറയുന്ന ഒരു IT ജയൻ്റ് ആയിരുന്നു. ആ പേര് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തതാണ് കേന്ദ്രത്തിൻ്റെ AI അധിഷ്ഠിത വ്യാജ സിം കാർഡ് കണക്ഷനുകൾ റദ്ദാക്കുന്ന പദ്ധതിയാണ് അസ്ത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ AI ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ PSCയിൽ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മുന്നേ ഓപ്പൺ AI കുറിച്ചിട്ട് ഒരു ഡിഗ്രി ലെവൽ, അതായത് അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ എക്സാമിന് ഓപ്പൺ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ AI ഇപ്പോൾ കുറച്ചുകൂടി റിലവൻ്റ് ആയിട്ട് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ AI അധിഷ്ഠിത വ്യാജ സിം കാർഡ് കണക്ഷനുകൾ റദ്ദാക്കുന്ന പദ്ധതിയാണ് അസ്ത്ര എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈയിടെ വാർത്തകളിൽ നിറഞ്ഞുള്ള ഡീപ് സീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിപ്പിച്ച രാജ്യം ഏതാണെന്നാണ്. അതായത് ഓപ്പൺ AI പോലുള്ള അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന പുറത്തിറക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു AI ടൂളാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ചൈനയുടെ ഒരു AI ടൂളാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഇതും ഒരുപാട് ഇപ്പോൾ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സർഫിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പേര് കൂടി നോക്കി വയ്ക്കുക. ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ പുറത്തിറക്കിയിട്ടുള്ളത് ചൈനയാണ്. ഇപ്പോൾ ഓപ്പൺ എഐക്കും ഡീപ് സീക്കിനും ശേഷം ഇന്ത്യയും ഇതുപോലുള്ള പുതിയൊരു ടൂൾ ഇറക്കുന്നുണ്ടെന്നുള്ളത് ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി പോവാം. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭാഷാ തർജ്ജമ പ്ലാറ്റ്ഫോമാണ് ഭാഷിണി എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ ഭാഷിണി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ AI സംവിധാനം കൂടി ഈയിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. AI സംവിധാനം കൂടി ഇതിൽ ഈയിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഷിണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ISROയുടെ ജനുവരിയിൽ നടന്നിട്ടുള്ള മൂന്നാമത്തെ ഒരു ദൗത്യമായിരുന്നു NVA-02 എന്ന് പറയുന്നത്. ജനുവരിയിലെ മൂന്നാമത്തെയും അതുപോലെ തന്നെ എന്താ പറയുക ISROയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ 100ാമത്തെ വിക്ഷേപണമായിരുന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണ ദൗത്യം കൂടിയായിരുന്നു NVA-02 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ NVA-02 എന്ന് പറയുന്നത് ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. NVA-02 എന്ന് പറയുന്നത് ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അതായത് ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനത്തിലേക്കുള്ള ഒരു സാറ്റലൈറ്റ് ആയിരുന്നു NVA-02. ഇത് എന്ന് പറയുന്നത് ഈ നാവിക് എന്ന് അറിയട്ടെ, ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന നാവിക്, അഥവാ ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് IRNSS എന്ന് പറയുന്ന ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ഉപഗ്രഹമാണ് NVA-02 എന്ന് പറയുന്നത്. ഇതായിരുന്നു എന്താ പറയുക ISROയുടെ 100ാമത്തെ വിക്ഷേപണം വരുന്നത്. വിക്ഷേപണം നടന്നിട്ടുള്ളത് 29 ജനുവരി 2025. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV F-115 ആണ്. അതായത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ GSLV. ഇതിയുടെ ഫുൾ ഫോമാണ് ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ GSLV F-15 ആയിരുന്നു ഇതിൻ്റെ വിക്ഷേപണ വാഹനം വരുന്നത്. 29 ജനുവരി 2025 വിക്ഷേപണ ദിവസം. 100ാമത്തെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ റിലവൻ്റ് ആണ്. PSC ചോദിക്കാനുള്ള ഒരു ഷുവർ ഷോട്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് NVA-02ൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്തതാണ് ജപ്പാനീസ് ബഹിരാകാശ ഏജൻസിയും ക്യോട്ടോ സർവകലാശാലയും നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹം. ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു PSC ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ തടി ഉപഗ്രഹം നിർമ്മിച്ചിട്ടുള്ള രാജ്യമായിരുന്നു ജപ്പാൻ എന്ന് വരുന്നത്. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ജാക്സയാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരാണ് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അടുത്തതാണ് 150 വർഷം പൂർത്തീകരിച്ച ഇന്ത്യയുടെ അതായത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്രവകുപ്പ് ഏതാണെന്നുള്ളതാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അഥവാ കാലാവസ്ഥാ വകുപ്പാണ് 150 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വർഷം നിങ്ങൾ നോക്കി വയ്ക്കുക. 1857 ജനുവരി 15 ബ്രിട്ടീഷ് പീരീഡിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു സ്ഥാപനമാണിത്. കൊൽക്കത്തയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇത് കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പ്, അതായത് എർത്ത് സയൻസ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിലാണ് ഈ ഒരു ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് ജിതേന്ദ്ര സിംഗ് ആണ്. യൂണിയൻ മിനിസ്റ്റേഴ്സിന് ഇപ്പോൾ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേര് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി എന്ന് പറയുന്നത് ജിതേന്ദ്ര സിംഗ് ആണ്. അതുകൂടി അവരുടെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് പിങ്ക് ഫയർ റിറ്റാർഡൻറ്റ് ഓർ ഫോസ്ചെക്ക് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇതേപോലെ തന്നെ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു. അതായത് അമേരിക്കയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് പിങ്ക് ഫയർ റിറ്റാർഡൻറ്റ് അല്ലെങ്കിൽ ഫോസ്ചെക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ കേരളത്തിലെ ആദ്യമായിട്ടുള്ള സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് എന്തെങ്കിലും ഈ തീപ്പൊള്ളലോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള സ്കിൻ ഡിസീസോ കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് സ്കിന്ന് മാറ്റി വയ്ക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന കേരള ഗവൺമെൻറ് ഒരു പ്രോഗ്രാമാണ് ഇത് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരമാണ്
ഇതിൽ ആദ്യത്തെ ഒരു സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന നമ്മുടെ ബ്ലഡ് ബാങ്കൊക്കെ പോലെ തന്നെ നമുക്ക് സ്കിന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മരണമൊക്കെ സംഭവിച്ച ആളുകളുടെ സ്കിന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് അത് പിന്നീട് ആവശ്യക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. അതിൻ്റെ ഒരു നിലവിൽ വരുന്നത് തിരുവനന്തപുരം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്നുള്ളതാണ്. അത് ബാംഗ്ലൂരായിരുന്നു ആദ്യത്തെ ഈ ഒരു HMPV കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. HMPV എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നുള്ളതാണ് HMPVയുടെ ഫുൾ ഫോം വരുന്നത്. ആ പേര് കൂടി നിങ്ങളൊന്ന് ഫെമിലർ ആക്കി വെക്കുക. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നുള്ളതാണ് HMPV വൈറസിൻ്റെ മുഴുവൻ പേര് വരുന്നത്. അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലെ ബാംഗ്ലൂരായിരുന്നു ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് വരുന്നത് ന്യൂ ഗ്ലെൻ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചിട്ടുള്ള സ്വകാര്യ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതാണെന്നുള്ളതാണ്. അത് അമേരിക്കൻ സ്ഥാപിതമായിട്ടുള്ള ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാപകൻ വരുന്നത് ആമസോൺ എന്നുള്ള ഒരു വെബ്സൈറ്റിൻ്റെ കൂടി സ്ഥാപകനായിട്ടുള്ള ജെഫ് ബിസോസിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു ഏജൻസിയാണ് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷനായിരുന്നു ന്യൂ ഗ്ലെൻ റോക്കറ്റ് വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഇന്ത്യയിലുടനീളം ടെലികോം ലഭ്യത, സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പേര് ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷനാണ്. പക്ഷേ ഇതിൽ പുതിയ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഈ ഒരു ജനുവരിയിലെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേര് കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഈ പദ്ധതിയോട് അനുബന്ധിച്ചിട്ട് വ്യാജ കോളുകളും ബ്ലോക്ക് ചെയ്യാനും സംരക്ഷണം ഒരുക്കാനുമുള്ള മൊബൈൽ ആപ്പാണ് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് കൂടി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ PRCS E01 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് വരുന്നത്. ഏതാണെന്നുള്ളതാണ്, അത് പാകിസ്ഥാനാണ് വരുന്നത്. ഇതാണ് ആ ഒരു സാറ്റലൈറ്റിൻ്റെ മോഡൽ വരുന്നത്. ഇതും ഇതേപോലെ തന്നെ നമ്മളുടെ ട്വിറ്ററിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ലോഞ്ചായിരുന്നു ഇത് വരുന്നത്. പലരും കളിയാക്കിയിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് നോക്കി വയ്ക്കുക. അതായത് PRCS എന്ന് പറയുന്ന ഈ ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനാണ്. അതായത് അതിൻ്റെ ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ്റെ ബഹിരാകാശ ഏജൻസി കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സൂപ്പർകോ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അതായത് ISRO പോലെ തന്നെയുള്ള പാകിസ്ഥാൻ്റെ ഏജൻസിയാണ് സൂപ്പർകോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിക്ഷേപണം വരുന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് CNSA എന്ന് പറയുന്നത്. ഈ ഒരു ഏജൻസി കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക.